നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. AKG സെന്ററിന്റെ ഷട്ടർ ഇട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വലിയ ഒച്ചപ്പാടോ ബഹളമോ ഒന്നും തന്നെ കേൾക്കാനില്ല. പ്രത്യേകിച്ച് സഖാത്തികളുടെ ഒരനക്കവും അവിടെ നിന്നില്ല. ഇപ്പോൾ എല്ലാവരും AKG സെന്ററിലേക്കാണ് ഉറ്റുനോക്കുന്നത്. കാരണം അവിടെ നിന്ന് വനിതാ നേതാക്കളുടെ എന്തെങ്കിലും വിദഗ്ധ അഭിപ്രായങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ എന്നാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും ഉറ്റുനോക്കുന്നത്. മറ്റൊന്നുമല്ല, ഗണേഷിന്റെ വിഷയത്തിൽ സഖാത്തികൾ ആരും ഒരക്ഷരം പറയുന്നില്ല. എന്തുകൊണ്ട് അവർ നാവാട്ടം നടത്തുന്നില്ല? അതാണ് നമുക്ക് അറിയേണ്ടത്. തൊട്ടപ്പുറത്തുള്ളവന്റെ ചെറ്റ പൊക്കിയിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കി ഓരിയിടുന്ന കൂട്ടർക്ക് സ്വന്തം കുടുംബത്തിൽ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും ഒരനക്കവുമില്ല. രാജിവെക്കണമെന്ന് പറയുന്നില്ല, മാറ്റി നിർത്തണമെന്ന് പറയുന്നില്ല, ചവിട്ടി പുറത്താക്കി വാതിലടയ്ക്കൂ എന്ന് പറയുന്നില്ല. പൂർണ്ണമായും സഖാത്തികൾ എല്ലാവരും ഗണേഷിനെ അങ്ങ് പിന്തുണയ്ക്കുകയാണോ എന്നുള്ള ചോദ്യം ഉയരുന്നു. അല്ല, അവിഹിതമല്ല. ഗണേഷ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് 5000-ഓളം പ്രണയമുണ്ടെന്നാണല്ലോ. ഗുൽമോഹറുകളെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന CPM-ന് പ്രത്യേകിച്ച് പ്രണയം ചുവപ്പാണല്ലോ. അതുകൊണ്ട് ഈ 5000 പ്രണയമൊക്കെ ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നു, ഞങ്ങൾ അതിന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു എന്നാണോ, ആ ഒരു ലെവലിലേക്കാണോ ഇപ്പോൾ സഖാത്തികൾ എത്തിയിരിക്കുന്നത്? അതോ ഇനിയും ഗണേഷിന്റെ പ്രണയങ്ങൾ പുഷ്പിക്കട്ടെ, പൂവിടട്ടെ എന്നാണോ സഖാത്തികൾക്ക് പറയാനുള്ളത്? പക്ഷെ വേറെ ആർക്കെങ്കിലും, അതായത് തൊട്ടപ്പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് ഒരു 5000 പ്രണയം ഉണ്ടെന്ന് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ അതിവർ അവിഹിതമാക്കിയേനെ. ഇവരിടുമ്പോൾ ബെർമൂഡയും മറ്റുള്ളവർ ഇടുമ്പോൾ വള്ളിക്കളസവും. അതാണ് ഇവരുടെ ഒരു ലൈൻ. എന്തായാലും ഇപ്പോൾ സഖാത്തികളുടെ നാവാട്ടം കേൾക്കാനില്ല. മറ്റേത് എന്തൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ, കൊല്ലും തിന്നും വെട്ടും കുഴിച്ചു മൂടും എന്നൊക്കെ ആയിരുന്നല്ലോ. പ്രത്യേകിച്ച് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം നമുക്കൊന്ന് എടുക്കാം. കാരണം ഈ അടുത്ത കാലത്ത് സഖാത്തികൾക്ക് ഏറ്റവും കൂടുതൽ നാവാട്ടം നടത്താൻ കിട്ടിയ ഒരു വിഷയം അത് മാത്രമായിരുന്നു. എന്തൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഈ സഖാത്തികൾ പറഞ്ഞത്? ഉളുപ്പില്ലേ അവന് ഇനിയും MLA കസേരയിൽ ഇരിക്കാൻ? പിടിച്ചു പുറത്താക്കണം, ചവിട്ടി പുറത്തിട്ട് വാതിലടയ്ക്കണം, ചാണകവെള്ളം തളിക്കണം, ചൂലും കെട്ടിന് അടിക്കണം, അങ്ങ് കൊന്നു കുഴിച്ചു മൂടണം എന്നൊക്കെ ആയിരുന്നു സഖാത്തികൾ ഓരോ ദിവസവുമായി വന്ന് ഓരോ പോസ്റ്റ് ഇട്ടതും മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതും. എന്തൊരു വൃത്തികെട്ടവൻ, സെക്ഷൽ പെർവേർട്ട്, സ്ത്രീലമ്പടൻ, സ്ത്രീകൾക്ക് മര്യാദ കൊടുക്കാത്തവൻ, സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാത്തവൻ, ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ്, അതിജീവിതകൾക്കൊപ്പമാണ്, അതിജീവിത നമ്പർ 1, 2, 3 അവർക്കൊപ്പമാണ് ഞങ്ങൾ എന്നൊക്കെയുള്ള ലൈനിൽ എന്തൊക്കെ നാവാട്ടങ്ങൾ ഈ പറയുന്ന CPM-ന്റെ വനിതാ നേതാക്കൾ നടത്തിയതാണ്. പക്ഷെ ഇപ്പോൾ ആ നാവാട്ടം നമുക്ക് കാണാൻ കഴിയുന്നില്ല. കേരളം ആ നാവാട്ടമാണ് കാത്തിരിക്കുന്നത്. കാരണം നിങ്ങൾ ധാർമ്മികത പൊങ്ങി തുളുമ്പി നിൽക്കുന്ന ആൾക്കാരാണല്ലോ. പക്ഷേ സ്വന്തം കൂട്ടത്തിലുള്ളവന്റെ അവിഹിത കഥകൾ പുറത്തേക്ക് വരുമ്പോൾ, നാറിയ കഥകൾ പുറത്തേക്ക് വരുമ്പോൾ, സ്വന്തം ഭാര്യയെ ഉപദ്രവിച്ച പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ച് ഉപദ്രവിച്ച കഥകൾ പുറത്തേക്ക് വരുമ്പോൾ പക്ഷെ ഒരക്ഷരം സ്ത്രീപക്ഷക്കാർക്ക് മിണ്ടാനില്ല. അപ്പോൾ വായിൽ പിരിവെട്ടിയിരിക്കുകയാണ്, അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുകയാണ് ഓരോ സഖാത്തിയും. PP ദിവ്യയെ കാണാനില്ല, ചിന്താ ജെറോമിനെ കാണാനില്ല, ആര്യ രാജേന്ദ്രനെ കാണാനില്ല, ആരെയും കാണാനില്ല. എവിടെ പോയിരിക്കുകയാണോ എന്തോ. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ആ കൈരളിക്കാര് ഈ ഗണേശന്റെ വാർത്ത ഒന്ന് പുറത്തുവിടണം. അല്ലെ, സഖാത്തികൾക്ക് ഇനിയിപ്പോൾ കൈരളിയിൽ വാർത്ത വന്നാലേ വിശ്വസിക്കുകയുള്ളോ എന്നുള്ള ഒരു സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, കൈരളി ഇനിയെങ്കിലും ദയവായി ആ വാർത്തയൊന്ന് പുറത്തേക്ക് വിടണം. മനോരമ വാർത്ത പുറത്തു വിട്ടാൽ അവർ വിശ്വസിക്കത്തില്ല. കാരണം കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പത്രമാണല്ലോ, ഞങ്ങൾ അത് വിശ്വസിക്കില്ല. മാതൃഭൂമി പുറത്തു വിട്ടാലും ഞങ്ങൾ അത്ര കണ്ടങ്ങോട്ട് വിശ്വസിക്കില്ല. ഏഷ്യാനെറ്റിനെ ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ല. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ ജനൻ TV പിന്നെ എന്തെങ്കിലും ഒരു വാർത്ത പുറത്തു വിട്ടാൽ അത് വിശ്വസിക്കാൻ പോലും കൊള്ളത്തില്ല. അത് പിന്നെ പൊതുവേ ഉള്ളൊരു കാര്യമാണ്. ജനൻ TV വർഗീയത മാത്രം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് അവരെ അല്ലെങ്കിൽ തന്നെ നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. ഒരു ചാനലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ചാനലല്ല. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ റിപ്പോർട്ടർ കമ്മികളുടെ പ്രധാന ചാനലാണ് കൈരളി കഴിഞ്ഞു കഴിഞ്ഞാൽ. അവരും ഒരു വാർത്തകളും ഗണേഷിന്റെ 5000 പ്രണയത്തെക്കുറിച്ച് ഒരു അന്തിച്ചർച്ച നടത്തുന്നില്ല, അവിഹിത കഥകൾ ചർച്ചയാക്കുന്നില്ല. എന്തായാലും ഗണേശൻ ഒരു മുഴം മുന്നേ എറിഞ്ഞു, ഇതെല്ലാം എൻ്റെ പ്രണയങ്ങളാണെന്ന്. 5000 പ്രണയങ്ങൾ ഉണ്ടെന്ന് സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രണയമെന്ന് അങ്ങ് വിശേഷിപ്പിച്ചത് കൊണ്ട് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരും ഗണേശനെ പിന്തുണയ്ക്കുന്നവരും എല്ലാം ഇതിനെ അങ്ങ് എന്തോ ഒരു പുണ്യപ്രവൃത്തി, ഒരു പുണ്യ ബന്ധങ്ങളായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. എല്ലാം പ്രണയങ്ങളാണല്ലോ, അവിഹിതങ്ങളല്ല. അവിഹിതങ്ങളാണെങ്കിൽ നമുക്ക് സംസാരിക്കാമായിരുന്നു. പക്ഷെ ഇത് പ്രണയങ്ങളാണ്. നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും ഇടതുപക്ഷത്തെ സ്ത്രീകൾ ഈ പ്രണയങ്ങളെ കുറിച്ച് 2 വാക്ക് പറയാൻ തയ്യാറാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. 5000 പ്രണയങ്ങൾ ഉണ്ടെങ്കിലും തൊട്ടിപ്പുറത്ത് മറ്റൊരു വിഷയം കൂടി ഗുരുതരമായിട്ടുള്ളത് ഉണ്ടല്ലോ. അതായത് ഭാര്യയെ
സ്വന്തം ഭാര്യയെ ഉപദ്രവിച്ചു, അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു, അവരെ ബലമായി കയറി പിടിച്ചു ഈ പറയുന്ന പേഴ്സണൽ സ്റ്റാഫുകൾ. അപ്പോൾ ഇതെല്ലാം ഈ ഗണേശന്റെ ഉത്തരവനുസരിച്ചാണ് ശിങ്കിടികൾ ഇത് ചെയ്തത്. ആ സ്ത്രീക്ക് നേരെ ഗുരുതരമായ മർദ്ദനം ഗണേശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഗാർഹിക പീഡനം ഇതിനു മുൻപും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അവരുടെ ബന്ധുവായ ആർ ശ്രീലേഖ തന്നെ പറയുന്നുണ്ട്. ശ്രീലേഖ ഇനി BJP-കാരി ആയതുകൊണ്ട് ഇതിനകത്തിൽ രാഷ്ട്രീയം കലർത്തി എന്ന് ഒരു വഴിക്കൂടെ CPM-കാർ മോങ്ങല് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ശ്രീലേഖ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ രാഷ്ട്രീയമില്ല, അവരെന്റെ സഹോദരി തുല്യയാണ്. അതായത് ശ്രീലേഖയുടെ ഭർത്താവിന്റെ സഹോദരിയാണ്. അപ്പോൾ അത് അവരുടെ കുടുംബ വിഷയമാണ്, അവർ അതിൽ ഇടപെടും. പക്ഷേ CPM-കാർ മോങ്ങുന്നത് ആർ ശ്രീലേഖ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നൊക്കെയാണ്. പക്ഷേ രാഷ്ട്രീയവൽക്കരിച്ചതല്ലല്ലോ, അവർക്കുണ്ടായി എന്ന് പറയുന്ന ആരോപണമല്ല, അതവർ സമ്മതിക്കുന്നുണ്ട്. എനിക്ക് നേരെ ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ അത് തള്ളി പറയാനും ഗണേഷ് കുമാറിന്റെ ഭാര്യ തയ്യാറായിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവർ പരാതിയൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ കോംപ്ലിമെന്റ്സ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് കോംപ്ലിമെന്റ്സ് ആക്കി ഗണേഷിനെ കൊണ്ട് ഭാര്യയുടെ കാല് പിടിച്ച് മാപ്പ് പറയിച്ചു പിണറായി വിജയൻ. കാരണം പ്രതിസന്ധിയിൽ നിൽക്കുകയാണല്ലോ. നമ്മൾ ധാർമ്മികത തുളുമ്പി നിൽക്കുന്നവരായതുകൊണ്ട് ഗണേഷിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ പണി പാളുമെന്ന് അറിയാവുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു നടപടി എടുത്തേ മതിയാകൂ. അതുകൊണ്ട് ഈ ചിത്രങ്ങൾ, അതായത് ഭാര്യയുടെ ഫോണിൽ ചില ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉണ്ട് ഗണേഷിന്റെ കുൽസിത പ്രവർത്തികളുടെ, അതൊക്കെ പുറത്തേക്ക് വന്നാൽ പണി പാളും. അതുകൊണ്ട് ഭാര്യ ബിന്ദു മേനോനെ ഒന്ന് അനുനയിപ്പിച്ച് നിർത്തേണ്ടത് ഇപ്പോൾ CPM-ന്റെ കൂടി ആവശ്യമായതുകൊണ്ട് പാർട്ടി ഒന്നടങ്കം കാൽക്കൽ വീണു എന്നാണ് കേൾക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല നമുക്ക് അറിയേണ്ടത്. എന്തുകൊണ്ട് സഖാത്തികൾ മിണ്ടുന്നില്ല? ധാർമ്മികത പറയുന്നവർ, സ്ത്രീപക്ഷം പറയുന്നവർ, സ്ത്രീ സുരക്ഷ പറയുന്നവർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയം കിട്ടിക്കഴിഞ്ഞാൽ കാവടി എടുത്ത് തുള്ളുന്നവരാണ്, കഴുത്തിന് ചുറ്റും നാക്കുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും AKG സെന്ററിൽ കയറി ഒരു മൂലയിൽ ഒളിച്ചിരിക്കുകയാണ്. PK ശ്രീമതിക്ക് എന്തായാലും തീവ്രത അളക്കണ്ട, ഗണേശന്റേതായതുകൊണ്ട് വലിയ തീവ്രത ഉണ്ടാകാൻ വഴിയില്ല എന്ന്. പിന്നെ ഈ പറയുന്ന വീണ ജോർജിനെ കാണുന്നില്ല, അത് പിന്നെ കഴുത്തുളുക്കിയത് കൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുകയായിരിക്കും, അവശതയിലാണല്ലോ. പിന്നെയുള്ളത് KK ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിലൊക്കെ വാതോരാതെ വിമർശനം ചൊരിഞ്ഞ ആളാണ്. നിങ്ങൾക്ക് അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ പാർട്ടിയിൽ ഉള്ള ഒരുത്തനെ നന്നാക്കിയെടുക്കാനുള്ള ഒരു മര്യാദ കാണിക്കണം. ഒന്നുമില്ലെങ്കിലും ഒരു മന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആളല്ലേ, അയാളിൽ നിന്നാണ് സ്വന്തം ഭാര്യയ്ക്ക് ഗാർഹിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്, ശാരീരിക പീഡനങ്ങൾ. അപ്പോൾ ആ കാര്യത്തിലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന സ്ത്രീപക്ഷം അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളോട് നിങ്ങൾക്ക് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഗണേശനെയും മുകേഷിനെയും ഒക്കെ ചവിട്ടി പുറത്താക്കാനാണ് പറയേണ്ടത്. പക്ഷെ എന്തുകൊണ്ടോ അടിമകളായി പോയത് കൊണ്ട് സഖാത്തികൾക്ക് അതിനൊന്നും കഴിയാത്തൊരു സാഹചര്യമാണ്. ജനങ്ങൾ അവരുടെ ഗതികേട് മനസ്സിലാക്കണം. അല്ലാതെ അവരെ ഇങ്ങനെ സഖാത്തികൾ എവിടെ, ഗണേശിന്റെ കാര്യത്തിൽ എന്തേ മിണ്ടുന്നില്ല എന്നൊക്കെ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. എന്തായാലും CPM ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് റിസ്ക് എടുക്കാതെ മന്ത്രിയുടെ രാജി എഴുതി വാങ്ങണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. CPI ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഗണേശിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. വിഷയത്തിൽ എന്ത് നിലപാട് കൈക്കൊള്ളണം എന്നതിൽ മുതിർന്ന നേതാക്കളുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഭാര്യ പരസ്യമായി ഉന്നയിച്ച പരാതിയിൽ ന്യായീകരണത്തിനും സംരക്ഷണത്തിനും നിൽക്കാതെ ഗണേഷിനെ മാറ്റി നിർത്തുന്നതാണ് നല്ലത് എന്ന അഭിപ്രായമാണ് പല നേതാക്കൾക്കും ഉള്ളത്. മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഗണേഷിനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ അങ്ങ് രാജിവെപ്പിക്കാൻ സാധ്യതയുണ്ടോ? കാരണം പിണറായി ആണല്ലോ, അതുകൊണ്ടൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. സംഭവ വികാസങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളെ അറിയിച്ചുവെന്ന് ഗണേഷിന്റെ ഭാര്യ പറഞ്ഞതും സ്ഥിതി കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. രണ്ട് പ്രശ്നങ്ങളാണ് സർക്കാരിനും മുന്നണിക്കും ഇപ്പോൾ തലവേദനയായി മാറിയിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഭാര്യയെ ബലമായി പിടിച്ചു നിർത്തുകയും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു. രക്ഷിക്കണമെന്ന അപേക്ഷയുമായി അടിയന്തര സഹായ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ വിളിച്ചതിനെ തുടർന്ന് എത്തിയ പോലീസ് സംഘം ഒന്നും ചോദിക്കാതെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഇത് രണ്ടും മന്ത്രിപദം ദുരുപയോഗം ചെയ്തതായും വീടിനുള്ളിൽ ഒരു സ്ത്രീ അതിക്രമത്തിന് ഇരയായി എന്നതടക്കമുള്ള വാദം ബലപ്പെടുത്തും. കേസ് വന്നാൽ ഗണേഷ് നിർബന്ധമായും രാജിവെക്കേണ്ടിയും വരും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ പരാതിക്കാരി ആരാണെന്ന് അറിയുന്നതിന് മുൻപ്, പരാതി ലഭിക്കുന്നതിന് മുൻപ് പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു. രാഹുലിനെ പുറത്താക്കിയാണ് കോൺഗ്രസ് പിടിച്ചു നിന്നത്. അതേ വഴി തേടാനാണ് LDFും ശ്രമിക്കുന്നത്. CPI ഇപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഗണേഷിനെ മാറ്റി നിർത്തണം എന്ന്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗണേഷ് കുമാറിനെ ന്യായീകരിക്കാനോ സംരക്ഷിക്കാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുകയാണ്.